ക്രിസ്തീയ വിവാഹവും ഭാര്യാഭർത്തൃ ബന്ധവും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ആഴത്തിലുള്ള നിഗൂഢവും കുദാശപരവും ദൈവശാസ്ത്രപരവുമായ രഹസ്യമാണ്. ക്രിസ്തീയ വിവാഹം മനുഷ്യസ്നേഹത്തെ സ്വർഗീയവും ത്യാഗപരവുമായ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. ക്രിസ്തുവിൻ്റെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിച്ഛായയാണ് ക്രിസ്തീയ വിവാഹവും ഭാര്യാഭർത്തൃ ബന്ധവും. പൗലോസ് അപ്പോസ്തലൻ ഭാര്യാഭർത്താക്കന്മാരുടെ ഐക്യത്തെ മഹത്തായ രഹസ്യമെന്ന് വിളിക്കുന്നു. കാരണം അത് ക്രിസ്തുവിൻ്റെയും സഭയുടെയും ആത്മീക ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഐക്യമാണ് എഫേസ്യ ലേഖനം 5:32 33 കൊടുത്തിരിക്കുന്ന നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു എന്നതിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് ഉൽപ്പത്തി 2:24 പറയുന്നത് പോലെ ശാരീരികമായി മാത്രമല്ല ആത്മീയമായും പരസ്പരം രക്ഷ നേടാൻ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത വ്യക്തികളുടെ ഒരു പുതിയ കൂട്ടായ്മയായ കുടുംബമാകുന്നു. എഫേസ്യർ 5:21 പറയുന്ന ക്രിസ്തുവിൻ്റെ ഭയത്തിൽ പരസ്പരം കീഴടങ്ങിയ ഒരു ചെറിയ സഭയായി ക്രിസ്തീയ ഭവനം തീർന്നുകൊണ്ട് സ്നേഹവും ബഹുമാനവും ആരാധനയായി കർത്താവിന് അർപ്പിക്കുമ്പോൾ വിവാഹം ദൈവരാജ്യത്തിലേക്കുള്ള ഒരു യാത്രയാകുകയും സ്നേഹത്തിലൂടെയും പരസ്പരം സ്വയം ശൂന്യമാക്കുന്നതിലൂടെ ഭർത്താവും ഭാര്യയും ക്രിസ്തുവിൻ്റെയും അവൻ്റെ സഭയുടെയും പ്രതിരൂപങ്ങളായി മാറുകയും ചെയ്യുന്നു. സ്നേഹത്തിലൂടെ പരസ്പരം സ്വയം ശൂന്യമാക്കുന്നതാണ് ക്രിസ്തു കാണിച്ചു തന്ന മാതൃക. അതാണ് ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ മാതൃക. ഇത് ബോധ്യപ്പെടുവാനും ക്രിസ്തുവിൻ്റെ ഭയത്തിൽ പരസ്പരം കീഴടങ്ങിയ ഒരു ചെറിയ സഭയായി നമ്മുടെ ഭവനം ആയിത്തീരുവാനുമായി നമ്മുടെ ദൈവാരാധന ക്രമീകരിക്കേണ്ടതുണ്ട്. ആരാധന ശരിയായാൽ ജീവിതം ശരിയാകും. നമ്മുടെ ആരാധനയും ജീവിതവും ശരിയായാൽ നമ്മുടെ തലമുറ ശരിയാകും. നാമും നമുക്ക് ചുറ്റുമുള്ളവരും നല്ലതായിത്തീരും. അങ്ങനെ വിശുദ്ധിയുള്ള ക്രിസ്തീയ കുടുംബങ്ങളും തലമുറയും ജനവും രൂപപ്പെടുവാനായി മാറ്റം നമ്മിൽ നിന്നും തന്നെ തുടങ്ങട്ടെ. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.